മുത്തശ്ശ, ചായ. മുത്തശ്ശി, ദിനേശനും അമ്മു എവിടെ പോയത്? എന്നോടൊന്നും പറഞ്ഞില്ല. നീയും കള്ളം പറയാൻ തുടങ്ങിയോ? നീ അറിയാതെ പോയതെന്ന് പറഞ്ഞാ ഞാനത് വിശ്വസിക്കണം? ദിനേശനെ പറ്റി കാവേരിക്കും അറിയില്ല, അമ്മുവിന്റെ പിന്നാലെ നടക്കുന്ന ഇവനും അറിയില്ല. പിന്നെ ആർക്കാണാവോ അറിയുന്നത്? ഏതായാലും അവൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല. അതിന് നീ എന്തിനാ വച്ചവയ്ക്കുന്നത്? അമ്മുവും ദിനേശനും ശ്രീകുട്ടിക്ക് വേണ്ടി പൂജ ചെയ്യാൻ ക്ഷേത്രത്തിൽ പോയതാണ്. ഞാൻ തന്നെയാ അവളുടെ കൂടെ പോകാൻ ദിനേശനോട് പറഞ്ഞത്. എന്നാ പിന്നെ എന്താ അവള് രാജുവിനോട് പറയാതിരുന്ന? എന്റെ പൊന്നു കവിതപ്പച്ചി, ഞാനിപ്പോ മുത്തശ്ശന് ഇൻസുലിൻ വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിരിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ആരെങ്കിലും നിന്നെ വിളിച്ചോ? പുതിയ വിവരം വല്ലതും കിട്ടിയോ കവിതേ? വല്യേച്ചൻ ഞാൻ വിളിച്ചു. ശ്രീകുട്ടി അവരെല്ലാം കയറി കണ്ടു. വളരെ പെട്ടെന്ന് അവള് പഴയ സ്ഥിതിയിലേക്കായത്. പ്ലാസ്റ്റർ എടുത്തു കഴിഞ്ഞാ ഉടനെ വരാന്നാ വല്യേച്ചി പറയുന്നത്. അവളെ ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ടമ്മ. പ്രഭ അവളെ ചന്ദ്രകാന്തത്തിലേക്ക് കൊണ്ടുപോകരുതെന്നാ എന്റെ പ്രാർത്ഥന. അത് പ്രഭയ്ക്ക് വിട്ടുകൊടുക്കാം. എന്തായാലും ശ്രീകുട്ടിയുടെ മുറി ഒരുക്കിയിടണം. ശ്രീകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. വല്യേച്ചിക്ക് ഇനിയിപ്പോ അതിനുള്ള വോയിസ് ഒന്നും ഇല്ലല്ലോ. എന്തായാലും നമ്മൾ ചെയ്യാനുള്ള ചെയ്യണം. രാജു, നീ പോയി മുറി ഒരുക്കിട്. ശരി മുത്തശ്ശ. ഇനി ഈ വീട്ടിൽ ആർക്കും ഒരബദ്ധം വരാതെ നോക്കണം. നമുക്കിതൊരു പാഠമാ. ഞാനും അത് ചെയ്തു കഴിഞ്ഞു. CCTV ക്യാമറ പലതും കേടായിരിക്കെ. പ്രവർത്തിക്കാത്തത് മാറ്റി പുതിയത് വയ്ക്കണം. ദിവസവും അതിന്റെ ഫുട്ടേജ് നോക്കണം. ആക്ച്വലി ഞാൻ അച്ഛനോട് അത് അങ്ങോട്ട് പറയാനിരുന്നതാ. CCTV ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് തന്നെ പരിഹരിച്ചോളാം. അതാണ് ആദ്യം വേണ്ടത്. സുരക്ഷ വീട്ടിൽ മാത്രമല്ലേ ഒരുക്കാൻ പറ്റൂ? എന്റെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകാതിരിക്കാൻ പറ്റൂ? സൂക്ഷിക്കാവുന്നതിന്റെ പരമാവധി സൂക്ഷിക്കുക. ബാക്കി ദൈവം നോക്കിക്കൊള്ളും. അങ്ങനെ ആശ്വസിക്കാനേ പറ്റൂ. അല്ല, നീ എന്ത് കാണാൻ നിക്ക? അച്ഛൻ പറഞ്ഞ പോലെ പോയി ചെയ്യ. ഇനിയിപ്പോ അതുകൂടെ അമ്മുവിന്റെ തലയിൽ വെക്കാൻ നിക്കണ്ട. ഞാൻ പോയി മുത്തശ്ശ. സഞ്ജുവിന്റെ കാര്യത്തിൽ എനിക്ക് പേടി. ഞാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടൊന്നും അവൻ ചെവിക്കൊള്ളുന്നില്ല. വലിയ യാത്രകളൊന്നും ഉടനെ വേണ്ടെന്ന് അച്ഛനൊന്നും അവനോട് പറയും. നീ അനുഭവിക്കുന്ന ടെൻഷൻ എനിക്ക് കൊണ്ടുപോളെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഭയന്നു കഴിഞ്ഞ കാലവുമില്ല. ഭൂമിയിൽ ശത്രുക്കളില്ലാതെ ആർക്കും ജീവിച്ചു പോകാനാവില്ല. ശത്രുവിന് ജീവനിൽ കുറഞ്ഞൊന്നും വേണ്ടെങ്കിൽ എന്തു ചെയ്യും? ഈ കുടുംബത്തോട് പകയുള്ളതായി ആരാ ഉള്ളതച്ഛാ? അതിന് നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ട് വേണ്ടേ പകയുണ്ടാവാൻ? അല്ല, മുകുന്ദേട്ടന്റെ മരണത്തിനും ഇതൊക്കെ തന്നെയാണല്ലോ കേട്ടത്. നീ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, ശ്രീകുട്ടിയെ വിടാതെ പിന്തുടരണമെങ്കിൽ ആ ശത്രു പ്രഭേട്ടനെ ലക്ഷ്യം വെച്ചാണോന്നാ എന്റെ ഒരു സംശയം. ഇങ്ങനെ ഒരു സംസാരം നിന്നിൽ നിന്ന് ഇനി ഉണ്ടാവരുത്. പ്രഭയുടെ നേരെയാണെങ്കിലും അത് ഈ കുടുംബത്തിന്റെ കൂടിയാ. അത് മറക്കരുത്. ഫോണിലൂടെ അവളെ എന്നെയാ വെല്ലുവിളിച്ചത്. നീ ചെന്ന് CCTV ക്യാമറ മാറ്റിവെക്കാൻ ആരെങ്കിലും വിളിക്കുക. ശരി അച്ഛാ, ഞാൻ ഓഫീസിൽ ക്യാമറ വെച്ചവരെ തന്നെ വിളിച്ചോളാം. മാണിക്യമംഗലത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രണ്ടുപേരില്ലേ? കവിതയെ കല്യാണം കഴിക്കാനിരുന്ന പയ്യന്റെ അനിയനും അവന്റെ പെങ്ങളും. അത് വസുമതി എങ്ങനെ അറിഞ്ഞു? ശ്രീദേവി എന്നോട് പറഞ്ഞതാ. ടെൻഷൻ ആവണ്ടെന്ന് കരുതി ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാ. ശ്രീകുട്ടി അടുത്തിടെ ആ വീട്ടിൽ പോയി വിളക്ക് വെച്ചത്രേ. അതിനുശേഷം അവൾ അപകടത്തിലാവുന്നതും
ആ സ്ത്രീ വിളിക്കുന്നത്. ഇപ്പോഴാ ശ്രീദേവി ഇതൊക്കെ പറയുന്നേ. ഓരോന്ന് ഓർത്തുകൂട്ടി ഞാൻ പറയുന്നതല്ല. നമ്മുടെ മുകുന്ദ കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടി ചിത്തഭ്രമം ബാധിച്ച അമ്മയുമായി വീട് വിട്ടുപോയ കാര്യം അക്കാലത്ത് മുകുന്ദ ശ്രീദേവിയോട് പറഞ്ഞിരുന്നു. അവൾ മരിച്ചുപോയി എന്നൊരു വാർത്തയും കേട്ടിരുന്നു. കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ. സത്യം അതാവണമെന്നുണ്ടോ? മുകുന്ദ കല്യാണം കഴിക്കാനിരുന്ന ആ പെൺകുട്ടി മരിച്ചുപോയെന്ന് കേട്ടത് സത്യമാണോ എന്ന് നിങ്ങൾ രഹസ്യമായിട്ടൊന്ന് അന്വേഷിക്കണം. അവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എവിടെ, എങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് കണ്ടെത്തണം. ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്താ ലക്ഷ്മി? ചേച്ചി കണ്ണു തുറന്നോ? സ്വാതി കണ്ണു തുറന്നല്ലോ, സംസാരിക്കുകയും ചെയ്തു. എന്താ, നീ വീട്ടിലല്ലുള്ളത്? ഞാൻ ഈ വിവരം വീട്ടിൽ വിളിച്ച് പറഞ്ഞാണല്ലോ. ഞാന് ദിനേശേട്ടനെയും കൂട്ടി മാണിക്യമംഗലത്ത് പോയി. നീ എന്തിനാ അവിടെ പോയത്? വീണ്ടും അവിടെ വിളക്ക് വയ്ക്കാനാണോ? അതെ. ആൾപ്പാർപ്പില്ലാത്ത വീട്ടിൽ പോയി വിളക്ക് വെച്ചിട്ട് എന്ത് നേടാനാ ലക്ഷ്മി? അങ്ങനെ പറയരുത്. ഒരു കാലത്ത് അവിടെ വെച്ചാരാധനയൊക്കെ ഉണ്ടായിരുന്ന വീടാ. അത് മുടങ്ങിയ അതിന്റെ ദോഷം വരിക ഇപ്പോഴത്തെ കൈവശക്കാർക്കാ. ചേച്ചിക്കിങ്ങനെ ആപത്ത് വരാൻ കാരണം അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നി. ഇനി നീയായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഓടി ഓടി തളർന്നു. സ്വാതി നോർമൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു. പ്ലാസ്റ്റർ കൂടി മാറ്റിയാൽ ഉടനെ വീട്ടിലേക്ക് പോകുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നീ അവിടുന്ന് വേഗം തിരിച്ചു പോ ലക്ഷ്മി. ഒരു പരിചയമില്ലാത്ത സ്ഥലം അത്. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. എന്നാ ഫോൺ വെച്ചോ. അവൻ എന്താ പറഞ്ഞത്? ചേച്ചി എല്ലാരോടും സംസാരിച്ചെന്ന്. ഉടനെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ ഒരു കടമ്പ കൂടി മറികടന്നു. ദക്ഷ ഇനി മനസ്സിൽ കാണുന്നത് എന്താണെന്ന് ആർക്കറിയാം? മുറിവേൽപ്പിച്ചു വിട്ട വിഷസർപ്പവള്. ഞാൻ കമ്പനിയെ നിയന്ത്രിച്ചിരുന്ന സമയത്ത് ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ലാന്ന് റോബർട്ടിന് അറിയാലോ. വരും, അതിലൊരു സംശയം വേണ്ട. ഞാൻ എന്റെ നല്ല പ്രായം കഴിച്ചു കൂട്ടിയത് കമ്പനിക്ക് വേണ്ടിയല്ലേ. ഓക്കെ, വിൽ കോൾ യു ബാക്ക്. നിക്കടെ എവിടെ? ദിനേശനും നീ തമ്മിലുള്ള കൂട്ടുകെട്ട് എന്തിനു വേണ്ടിയാണാവോ? ഫ്രോഡായിരുന്ന ദിനേശൻ ഒരു ദിവസം കൊണ്ട് സദ്ഗുണ സമ്പന്നനായത് നിന്റെ മിടുക്കുകൊണ്ടാണെന്ന് ഇവിടെ എല്ലാരും പാടി പുകഴ്ത്തുന്നുണ്ട്. നിന്നെ തീർത്ത് കളയാൻ മൂന്നാറിലേക്ക് ചാടി പുറപ്പെട്ടവനാ ദിനേശൻ. എന്നിട്ടും നീ അവനെ വലങ്കയാക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെയും അവന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരിക്കും. എനിക്കൊരു ലക്ഷ്യമില്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെന്നറിഞ്ഞപ്പോ ഞാൻ ഇവിടുന്ന് പോവാൻ തുനിഞ്ഞതാ. അന്നത് തടഞ്ഞത് നിങ്ങളാ. പഴയ കഥകളൊക്കെ നീ വിട്. നീ അങ്ങ് വളർന്ന എന്റെ തലയ്ക്ക് മുകളിലായില്ലേ. ഒരു പക്ഷെ കവിത ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടാവും എന്നെ കൊല്ലാൻ ഭർത്താവിനെ കൂട്ടി വന്നതും ബാത്റൂമിൽ പെട്ടുപോയതും.
ഇനിയും ഞാനത് ചെയ്യൂടി. നീ കാരണം ശ്രീകുട്ടി അടിക്കടി അപകടങ്ങളിലേക്ക് പോകുന്നത്. അത് ഇപ്പോഴും അങ്ങ് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും അറിയില്ല. ഈ വീടിന്റെ സമാധാനം തകർത്ത് കളഞ്ഞത് നീയാ. മുകുന്ദേട്ടന്റെ ഫോട്ടോ ശ്രീകുട്ടിയെ പ്രേരിപ്പിച്ച് നീ ഹാളിൽ കൊണ്ട് വെപ്പിച്ചു. നീ ഇവിടെ വെറും ഒരു അടുക്കളക്കാരിയാണെന്ന് മാത്രം ഓർക്കണം. പക്ഷെ നീ കടന്നു കയറിയത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലേക്കാ. എന്നിട്ട് നിന്നെ ഞാൻ ഇവിടെ വെച്ച് പൊറപ്പിക്കണോ? സമയവും സാഹചര്യവും ഒത്തുവരുമ്പോ നിന്നെ ഞാൻ എന്നേക്കുമായി തീർത്ത് കളഞ്ഞിരിക്കും. എന്റെ സമയം അവിടെ തീരുവാണെങ്കിൽ ഞാനത് സ്വീകരിച്ചോളാം. കവിതേച്ചിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തു. മരണത്തിന് പോലും ഇവിടെ വേണ്ട. ഇനി ഇവിടെ വിട്ടുകളയാൻ പാടില്ല. പുറത്തു പറയാൻ മടിക്കുന്ന ഇവളുടെ ഭർത്താവിനെ രംഗത്ത് കൊണ്ടുവരണം. ഇനി എന്റെ ശ്രമം അതിനു വേണ്ടിയാ. മുത്തശ്ശ, ടാബ്ലറ്റ് കഴിച്ചോ? ഇല്ല മോളെ, ഞാനിവിടെ ഓരോന്ന് ആലോചിച്ചിരുന്നത്. ആ വസുമതി ഇവിടെ. മുത്തശ്ശി അമ്മയുടെ അടുത്തുണ്ട്. കഴിച്ചോ? എന്നാ ഞാൻ പോട്ടെ മുത്തശ്ശ. ആ നീ ഒന്നെ. നീ ദിനേശനും കൂട്ടിപ്പോയത് ക്ഷേത്രത്തിലേക്കാണോ? അല്ല മുത്തശ്ശ, മാണിക്യമംഗലത്തേക്കല്ലേ നിങ്ങൾ പോയത്? എനിക്കത് മനസ്സിലായി. അവിടെ ദേവി ചൈതന്യം ഉണ്ടെന്ന് ശാസ്ത്രികൾ പറഞ്ഞിരുന്നു. ചേച്ചിക്ക് വേണ്ടി വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനാ പോയത്. ഇനി അമ്മ വീട്ടിലേക്ക് പോകരുത്. പൂജകളും വഴിപാടുകളും ഒക്കെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ മതി. ഇനി ഞാൻ പോവില്ല മുത്തശ്ശ. സത്യത്തിൽ പേടിയ മോളെ. മരണം വരെയും മനസ്സിൽ ഉണങ്ങാതെ കിടക്കുന്ന മുറിവാത്. അതിന്റെ ഓർമ്മകൾ പോലും മനസ്സിലേക്ക് വരരുത് എന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാ അമ്മവും ശ്രീകുട്ടിയും ആ വീട്ടിലേക്ക് പോയത്. സമയദോഷം എന്നല്ലാതെ എന്ത് പറയാൻ. ശ്രീകുട്ടിയെ കാണാതെ മോളെങ്ങനെ കഴിച്ചു കൂട്ടുന്നെന്ന് മുത്തശ്ശനറിയാം. അവൾ വേഗം സുഖപ്പെട്ടു വരട്ടെ മോളെ. നമുക്ക് കഴിയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയെന്ന് മാത്രമാണ്. ചേച്ചി സുഖപ്പെടുന്നതിൽ കവിഞ്ഞ് നമുക്ക് എന്താ മുത്തശ്ശ ഉള്ളത്? ചേച്ചി വന്നാലും ചേച്ചിയുടെ അമ്മയ്ക്ക് ഞാനായിട്ട് ഒരു വിഷമവും വരുത്തി വെക്കില്ല. എനിക്ക് നല്ല ബോധമുണ്ട്. ചേച്ചിയുടെ അമ്മയാ ചേച്ചിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിക്ക് അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ആര് കൂടെ ഉണ്ടെങ്കിലും ഡോക്ടർ എന്ന് പറഞ്ഞൊരാൾ വന്നാൽ സംശയിക്കില്ല മോളെ. ആ നീ ശയനപ്രദക്ഷിണം നടത്തിയതൊക്കെ ഞാൻ അറിഞ്ഞു. അന്നേരം എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അറിയാതെ താഴെ വീണ് ചെയ്തു പോയതാ. എന്തിനു നീ അതിന് ശ്രമിച്ചുവെന്ന് എനിക്കും ശ്രീദേവിക്കും അറിയാം. അത്രയ്ക്ക് കുറ്റബോധം നിന്റെ മനസ്സിലുണ്ട്. ദൈവത്തിന്റെ മുന്നിൽ ഭക്തരുടെ പ്രാർത്ഥനയ്ക്ക് വേർതിരിവൊന്നുമില്ല മോളെ. നിന്റെ വേദന കണ്ട് ദേവി കണ്ണു തുറന്നു. ആ സമയം പ്രഭയുടെ കോള് വന്ന വിവരം ദിനേശൻ പറഞ്ഞിരുന്നു. എങ്കിലും ദേവിക്ക് മുന്നിൽ പ്രായശ്ചിത്തം ചെയ്യണം. നാളെ നമുക്കൊന്നിച്ച ക്ഷേത്രത്തിൽ പോകാം. എനിക്കും ദേവിയെ കണ്ട് നന്ദി പറയണം. ശരി മുത്തശ്ശ, നമുക്ക് പോവാം. ഇപ്പൊ മുത്തശ്ശൻ കിടന്നോളൂ.
ഇത്രയായി നീ കുട്ടിക്ക് ഒരു ചിന്തയില്ല. വേണ്ട, ഞാൻ ഫ്രൂട്ട്സ് കഴിച്ചു. ഉച്ചയ്ക്ക് മോളൊന്നും കഴിച്ചില്ല. ഞാനൊരു കാര്യം ചോദിച്ചാ മല്ലികാന്റെ സത്യം പറയൂ. എന്താ മോളെ? മമ്മി കേരളത്തിലെത്തിയിട്ടുണ്ടോ? മല്ലികാന്റെ ഒന്ന് ഞെട്ടിയല്ലോ. മോൾ എന്തായി പറയുന്നേ? മമ്മി ദുബായിലല്ലേ ഇപ്പോൾ ഉള്ളത്? എന്നിട്ടാണോ അല്പം മുൻപ് എന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോ പുറത്തു നിന്ന് ആരോ മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ടത്? അതാണോ വലിയ കാര്യം? ലോകത്തിന്റെ ഏത് കോണിലെ മലയാളികൾ ഇല്ലാത്ത ഒരു മീറ്റിങ്ങിന് ദുബായിൽ പോയിരിക്കാം മോളുടെ മമ്മി. അവിടെ ആരോ സംസാരിച്ചതാവാം. ഞാൻ കേട്ടത് റോഡിലൂടെ ഏതോ രാഷ്ട്രീയക്കാരുടെ മൈക്ക് അനൗൺസ്മെന്റാ. ദുബായിൽ അത് നടക്കൂ? മോളുടെ മമ്മി നാട്ടിലുണ്ടെങ്കിൽ ഇല്ലെന്ന് ഞാനെന്തിനു പറയണം? വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ടുപോകാൻ തന്നെയാ. പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല. ഞാനും അങ്ങനെ സംശയിക്കുന്നു. എന്നെ കൊണ്ടുപോകാൻ തന്നെയാ. മമ്മി അക്കാര്യം പറയാത്തതില്ല എനിക്ക് സംശയം. നാട്ടിലെ മമ്മിക്ക് റിലേറ്റീവ്സ് ആയിട്ട് ആരുമില്ലെന്ന എന്റെ ഇതുവരെയുള്ള അറിവ്. ബിസിനസ്സുകളും ഇല്ല. മല്ലികാന്റി നോക്കിക്കോ, നാളെ രാവിലെ മമ്മി ഇവിടെ എത്തും. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു ഇവിടെ പിടിച്ചു നിൽക്കും? മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്നിട്ടും വലിയ കാര്യമൊന്നും ഞാൻ കാണുന്നില്ല. സ്വാതി രണ്ടാമത് റിക്കവർ ചെയ്ത് കഴിഞ്ഞു. മനുവിനെ ഞാൻ വിളിച്ചിരുന്നു. മനു നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞു. ഇനി സഞ്ജു സ്വാതി നേരെ പോകാൻ പോകുന്നത് അവരുടെ വിവാഹത്തിലേക്കാ. അങ്ങനെ ഒരു സംസാരം ഹോസ്പിറ്റലിൽ നടന്നതായി മനു സൂചിപ്പിച്ചിരുന്നു. നമുക്കത് ഊഹിക്കാവുന്ന കാര്യ. സ്വാതിയെ അവളുടെ വീട്ടിലേക്കാ കൊണ്ടുപോകുന്നത്. അത് കല്യാണത്തിനുള്ള ഒരുക്കം തന്നെയാ. വിവാഹം ഉടനെ നടക്കാനാ സാധ്യത. മോളി യാഥാർത്ഥ്യം ഇപ്പോഴേ തിരിച്ചറിഞ്ഞു തുടങ്ങണം. അത് മാത്രമല്ല, നിന്റെ മമ്മി നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഈ വിവരം മമ്മിയോട് പറയാനും കഴിയില്ല. മുറപ്പെണ്ണുമായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന പയ്യനെ വേണമെന്ന് പറഞ്ഞ് എങ്ങനെ ശാഠ്യം പിടിക്കും? അവന് നിന്നെ വേണമെന്നുള്ള ചിന്ത ഉണ്ടാവണ്ടേ?